ഹായ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ സ്പ്രിംഗ് ഓണിയനും സെലറിയും ഒന്നുമില്ലാതെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ? ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്, ഗ്യാരണ്ടീഡ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു വലിയ പാൻ എടുത്ത് അത് ഹീറ്റ് ആകുമ്പം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് മുട്ടയൊന്ന് അതിലിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം പാനിലിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതേ മുട്ട നന്നായിട്ട് സ്ക്രാമ്പിളായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഞാൻ ഒഴിക്കുകയാണ്. എന്നിട്ട് വെജിറ്റബിൾസ് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഒരു 6 വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് ഞാൻ സോട്ട് ചെയ്യുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു 2 ചെറിയുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റെസിപ്പിയിൽ ഞാൻ സ്പ്രിംഗ് ഒണിയനൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഞാൻ ഈ ചെറിയുള്ളി ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് സോട്ടാകുമ്പം അതിലേക്ക് ഞാനൊരു 1/2 ക്യാബേജ് സ്ട്രിപ്സ് ആയിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യുകയാണ്. ഇതെല്ലാം നല്ല ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ സോട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മഷ്റൂംസ് ചേർക്കുന്നുണ്ട്. ഒരു 8-9 മഷ്റൂം ഉണ്ട്. അതിനെ ഞാൻ നീളനെ മുറിച്ചതാണ്. അതേപോലെ ഒരു മീഡിയം സൈസ് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു 1/2 ക്യാപ്സിക്കമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 1/2 മുറി ക്യാപ്സിക്കമേ ഇവിടെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരു ഫുൾ ക്യാപ്സിക്കം വരെ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ഹൈ ഫ്ലെയിമിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് സോട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. ഉപ്പ് കുറച്ച് കയറി നിൽക്കണം, കാരണം നമ്മൾ അരി ഇടുമ്പം അരിയിലും ആ ഒരു ഉപ്പ് നന്നായിട്ട് വരണം. വെജിറ്റബിൾസ് എല്ലാം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർക്കുക. എന്നിട്ട് പിന്നെയും ഒന്നുകൂടെ സോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ട ഇതിൽ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 ടീസ്പൂൺ സോയ സോസ് ഇതിലേക്ക് ചേർക്കുക. ഞാനിവിടെ ലൈറ്റ് സോയ സോസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളും അത് തന്നെ യൂസ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് അരി ചേർക്കാം. ഞാൻ നേരത്തെ ഒരു 2 കപ്പ് അരി എടുത്ത് കഴുകി ഒരു 80% കുക്ക് ചെയ്ത് അത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ആ അരി ഇനി ഇതിലേക്ക് ചേർത്ത് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ആൻഡ് ഫൈനലി ഞാൻ ഇവിടെ ഒരു പിടിയോളം മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയും യമ്മിയും ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഇനി സ്പ്രിംഗ് ഒണിയനും സെലറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രൈഡ് റൈസ് ശരിയാവില്ല എന്നൊരു പേടി വേണ്ട. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊരു ഗ്യാരണ്ടീഡ് റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻസിലൂടെ എന്നെ അറിയിക്കുക. താങ്ക്